ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്ന സമയത്ത് രാജാവാരാ? ശൗല. അപ്പോൾ ശൗൽ രാജാവ് ഇരിക്കുന്ന സമയത്ത് ശൗൽ എന്ന് പറയുന്ന രാജാവിന് സാധിച്ചില്ല ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരുത്തനെ തട്ടാൻ. അങ്ങനെ ഈ ഗോലിയാത്തിനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുമ്പോഴാണ് ശൗൽ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം, നിങ്ങളൊന്ന് ഇടപെടണം. ദൈവം പല വിധത്തിൽ പലരിലൂടെ പ്രവർത്തിക്കും. അത് അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. കോംപ്ലക്സ് കാരണം ആത്മീയ നേതാക്കന്മാർക്കും ഗുരുക്കന്മാർക്കും, ആത്മീയ ഗുരുക്കന്മാർ, ഞങ്ങൾ ധ്യാന ഗുരുക്കന്മാർക്ക് പോലും ചിലപ്പോൾ എന്താണ് ഈ കോംപ്ലക്സ് കാരണം മറ്റൊരാളിലൂടെ പ്രവർത്തിക്കുന്ന അംഗീകരിക്കാൻ ചിലപ്പോൾ സാധിക്കാതെ വരും. ഇപ്പം ഞാനൊരു ധ്യാന ശുശ്രൂഷ തുടങ്ങി, ഉടനെ അച്ഛനൊരു ധ്യാന ശുശ്രൂഷ തുടങ്ങി, അത് നല്ല ശക്തി പ്രാപിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര അപ്പോൾ അത് ശരിയാവുമോ, അവൻ എന്നായി കാണിക്കുന്നു എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് ആരിലൂടെ വേണമെങ്കിലും പ്രവർത്തിക്കാം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റണം. ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി, ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നിൽക്കുകയാണ്, ഒരു പയ്യൻ, അവൻ ഒരു തരത്തിലും ഒരാത്മീയതയും ഉൾക്കൊള്ളുന്നില്ല. എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഒരുപാട് പിള്ളേർ കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. സെമിനാരി പോകണമെന്ന് ആഗ്രഹമുണ്ട്, സ്വഭാവദൂഷ്യങ്ങളൊന്നുമില്ല. പക്ഷേ ആളുടെ ഹൃദയത്തിൽ എന്താണ്? പുള്ളി ദൈവത്തെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഉള്ളിൽ കർത്താവ് കയറിയിട്ടില്ല. അപ്പം അച്ഛന്മാർക്കൊക്കെ ഇവന് താല്പര്യമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉള്ളിൽ യേശുവിനെ കയറുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ആളുടെ ഉള്ളിലേക്ക് യേശുവിനെ കയറുന്നില്ല. പുള്ളിക്ക് ഈ ധ്യാനവും പ്രാർത്ഥനയും വചനപ്രഘോഷം എന്നൊരു തമാശാണ്. ആദ്യം അച്ഛന്മാരൊക്കെ ഒരു പരിപാടി സ്തോത്ര കാഴ്ചയൊക്കെ എടുത്തൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം എന്നുള്ളതേ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള ഒരു ആത്മാവിൻ്റെ രക്ഷ, കുമ്പസാരം, പാപമോചനം, ഇതൊന്നും പുള്ളിക്കൊരു വലിയ വിഷയമല്ല. പുള്ളി ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി അതിലേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവസാനം പുള്ളി സെമിനാരിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ ഈ കാലയളവിൽ ഒരു ധ്യാനം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ കുറച്ച് കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരു 7ാം ക്ലാസ്, 6ാം ക്ലാസ്, 8ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുറേ പിള്ളേർ, പേരൻസ് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് അവർ ഇതിൽ കറങ്ങി നടക്കുക. കൊച്ചു പിള്ളേർ എന്ന് പറഞ്ഞാൽ ഒരു 5ാം ക്ലാസ് അങ്ങനെയൊക്കെയുള്ള വലിയ പ്രായമില്ലാത്ത പിള്ളേരാണ്. നിങ്ങൾ ഇതിലെല്ലാം വട്ടം കറങ്ങി ഓടി നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ നിങ്ങളിങ്ങ് വരാൻ പറഞ്ഞു. നിങ്ങളിവിടെ ആ ചാപ്പലിൽ കയറിയിരുന്ന എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പം കർത്താവ് എന്തു പറഞ്ഞു എന്ന് എന്നോട് പറയണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് എല്ലാം നിങ്ങളോട് പറയുകയാണ്, എന്നോട് പറയണമെന്ന് വെറുതെ പറഞ്ഞിട്ട് പോയി. ഇവരെല്ലാം കണ്ണെടുത്ത് പ്രാർത്ഥിക്കും, കർത്താവെ അങ്ങനെ അനുഗ്രഹിക്കണം, ഇവരെ അനുഗ്രഹിക്കണം, അവരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു വരുമ്പം ഈ പിള്ളേർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ശക്തമായിട്ട് മനസ്സിൽ തോന്നി. എന്ത് കാര്യമാണ്? മണ്ടത്തരാന്ന് എന്തായാലും നമുക്കറിയാം, പിള്ളേരല്ലേ. ഉടനെ ഒരു കൊച്ചു പറഞ്ഞു, എഴുതിയിരിക്കുക, ഒരു പേപ്പറിൽ എഴുതിയിരിക്കുക. എന്താണ്? നമ്മുടെ ഇവിടെ ഒരു ഇന്ന ആൾ, പേര് ഞാൻ പറയുന്നില്ല, ആ അച്ചാച്ചനല്ലേ, ആ അച്ചാച്ചൻ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാൻ പോകുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി, അതിന് പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ കർത്താവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് കയറിപ്പോന്നു. ഇവരെ കൊണ്ടുള്ള വലിയ ശല്യം ഒഴിവായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങളിനി ആ അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അവർ പ്രാർത്ഥിച്ച് ആ വഴിക്ക് പോയി. അപ്പോൾ ഈ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല, പറയാൻ മാത്രം ഗൗരവമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല, പിള്ളേരുടെ പരിപാടിയല്ലേ. അതിനുശേഷം ഈ ചെറുപ്പക്കാരൻ നേരെ ഒരു ധ്യാനത്തിന് പോയി. ഞാൻ കർശനമായി പറഞ്ഞു, നീ ഇവിടെ കറങ്ങി നടന്നിട്ട് കാര്യമില്ല, ഇവിടുത്തെ ധ്യാനത്തിനോ നീ പങ്കെടുക്കുകയില്ല, അതുകൊണ്ട് നീ ഇന്ന സ്ഥലത്ത് പോയി ഒരു ധ്യാനത്തിൽ അറ്റൻഡ് ചെയ്യണം, എന്നിട്ട് സെമിനാരി പോകാൻ പാടുള്ളൂ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ അവിടെ ചെന്നും വലിയ ഗൗരവമില്ലാതെ ഇരിക്കുമ്പോഴാണ് അവിടെ ധ്യാനത്തിനിടയിൽ, അതൊരു വളർച്ചാ ധ്യാനമാണ്. അപ്പോൾ ധ്യാനത്തിനിടയിൽ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് ഒരു മുറിയിലേക്ക് കൊണ്ടുപോകും. ഒരു ചാപ്പലിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ അവരെ ഇരുത്തിയ ശേഷം അവിടെ നിൽക്കുന്ന കൗൺസിലർ ഈ വ്യക്തിക്ക് വേണ്ടി അപ്പുറത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എന്താണ്? കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് ചെറുപ്പക്കാരനോട് പറഞ്ഞു, വളരെ ഗൗരവതരമായ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് കർത്താവ് പ്രാർത്ഥനയുടെ ഫലമായി ആ അപകടം മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യം പിള്ളേർ അവനോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, അവനോട് പറഞ്ഞേക്കാൻ പറഞ്ഞത്, അവൻ പറഞ്ഞിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ അപകടം മാറിപ്പോയതായിട്ട് അറിഞ്ഞു. പെട്ടെന്ന് ഈ പുള്ളിക്കൊരു ഞെട്ടലായി. ദൈവം എന്നെ കാണുന്നു, അറിയുന്നു, ഞാൻ അറിയാതെ എൻ്റെ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്നു. ഈ ചിന്തയിൽ പിന്നെ പുള്ളി കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി, മഹത്വപ്പെടുത്താൻ തുടങ്ങി, കുമ്പസാരിച്ചു, പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ജീവിതത്തിലെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ഏറ്റുപറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് അദ്ദേഹം
നല്ല കുമ്പസാരം എടുത്ത് തിരിച്ചിവിടെ വന്നു. ഇതൊക്കെ പിന്നീടാണ് നമ്മൾ ഗൗരവത്തിലെടുക്കുന്നത്. അദ്ദേഹം തിരിച്ചു വന്നു, ധ്യാനം കൂടിയതിൻ്റെ ഒരു അനുഭവം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സെമിനാരിയിൽ ഇൻ്റർവ്യൂ നടക്കുകയാണ്. സെമിനാരിയിൽ കിട്ടിയിരുന്ന റിപ്പോർട്ട്, ഈ ചെറുപ്പക്കാരൻ ഒരു ഗൗരവ ബുദ്ധിയില്ലാത്തവനാണ്, ഇവൻ ഉഴപ്പനാണ്, ഇവനെ വൈദികനാൻ കൊള്ളുകയില്ല, ഇവനെ ഈ വർഷം എടുക്കണ്ട. ഇതൊക്കെ ഇങ്ങനെ സെമിനാരി എല്ലാം അവിടെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ കിട്ടി. അവർ തീരുമാനിച്ചു ഇദ്ദേഹത്തെ നമുക്ക് തൽക്കാലത്തിന് എടുക്കണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിട്ടു. മാറ്റിയിട്ട ശേഷം എന്നെ അവിടുന്ന് വിളിച്ചു. ഇവിടെ ഒരു പയ്യൻ നിന്നിരുന്നല്ലോ, അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് എന്താ? അപ്പോൾ സ്വാഭാവികമായി ഞാൻ പറയേണ്ടത് എന്താ, ഇവനാൾ ഉള്ളിൽ ഹൃദയത്തിൽ കർത്താവില്ല, ഇവന് വൈദികനാകാനുള്ള പക്വതയായിട്ടില്ല, അതുകൊണ്ട് കഴിവുണ്ടെങ്കിൽ എടുക്കാതിരിക്കുകയാണെന്നാണ് ഞാൻ പറയേണ്ടത്. ഞാൻ കൃത്യ റിപ്പോർട്ടേ പറയത്തുള്ളൂ. എനിക്ക് സഭയോടും ദൈവത്തോടും മാത്രമേ ബന്ധമുള്ളൂ. മനുഷ്യന് വേണ്ടി ഞാനൊന്നും ചെയ്യില്ല. പറയാനൊരുങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ്റെ ഈ മാറ്റം, അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് അത്ര ഒരു നല്ല ഇതല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തിക്ക് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന റിപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി. എന്തായാലും എടുക്കണ്ടെന്ന് തീരുമാനിച്ച ആളെ എടുത്തയാൾ സെമിനാരിയിൽ പോയി. ഇതാ ഇന്ന് വളരെ പ്രാർത്ഥനയുള്ള, സുവിശേഷ താല്പര്യമുള്ള നല്ലൊരു ദൈവ പൈതലായി ആ പുരോഹിതൻ മാറി. കണ്ടോ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇതാണ് കാര്യം. അതുകൊണ്ട് നമ്മൾ ഓർത്തോണം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മൾ അറിയാതെ കയറി ഇടപെടും. ഇൻ്റർവ്യൂ സമയത്ത് എത്രയോ പേരുടെ ജീവിതത്തിൽ ഒന്നും അറിയാൻ മേലാത്ത പിള്ളേരെ ചിലപ്പം ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ചുകൊണ്ട് പോയിട്ട്. ഇവിടെ ഒരു വിക്കനായ ഒരു ചെറുപ്പക്കാരൻ, അവനിപ്പോൾ കുവൈറ്റിലുണ്ട്, വിക്കനാണ്. അപ്പം ഇവൻ എന്നെ 1-2 പ്രാവശ്യം വിളിച്ച് അപ്പം നമ്മൾ ഇവനോട് വർത്തമാനം പറയുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുക. അപ്പം ഞാൻ പറയാം ശരി 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 കാരണം എന്താണെന്ന് ഒത്തിരി സമയം എടുക്കും പറഞ്ഞു വരുമ്പോഴേ. അപ്പം ഞാൻ നേരത്തേനും വിളിച്ചു ചോദിച്ചു ഇവനെ കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ, ഇവന് വിക്കാണ്. അപ്പോൾ പറഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യട്ടെ. അങ്ങനെ ഇവൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയി. ദൈവാനുഗ്രഹത്തിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇരുന്നപ്പോൾ ഇവൻ കയറി ചെല്ലുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്, വിശന്ന് ഭക്ഷണം കഴിക്കാൻ പോകാനുള്ള തിരക്കിലായിരുന്നു. അതുകൊണ്ട് അവനോട് ഏതാണ്ട് മലയാളിയായിരുന്ന ആളെ ഏതാണ്ട് 2 ചോദ്യം ചോദിച്ചു. അവൻ അതിന് ഉത്തരം പറഞ്ഞപ്പോഴേക്കും അവർ ഓക്കെ എന്ന് പറഞ്ഞ് സൈൻ ചെയ്തു പോയി. അങ്ങനെ വിക്കനായവൻ, ഒന്നാലോചിച്ച്, ഒരു വിക്കനായ ഒരാൾ നേഴ്സാണെങ്കിൽ അയാൾ എങ്ങനെ പോയി രോഗികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ ഈ രോഗികളെ എങ്ങനെ പുള്ളിക്ക് പോയി കൈകാര്യം ചെയ്യും? നേഴ്സാ. ദൈവം ഈ ചെറുപ്പക്കാരനെ എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് കിട്ടി അച്ഛാ. ഞാൻ കിട്ടിയോ? പോകാൻ നേരത്തെ പറഞ്ഞു ഞാൻ പോവുകയാണ്. എനിക്ക് അന്നേരം വിശ്വാസം വന്നില്ല. എൻ്റെ അന്നേരത്തെ ചിന്ത ഇവനെ അവിടെ ചെന്നാൽ ഉടനെ ഇങ്ങോട്ട് കയറ്റി വിടുമെന്നായിരുന്നു. പക്ഷേ അവൻ അവിടെ പോയി ജോലി ചെയ്തു, കല്യാണം കഴിച്ചു, മക്കളുമായി സുഖമായി ജീവിക്കുന്നു. കണ്ടോ, പരിശുദ്ധാത്മാവ് കറക്റ്റ് സമയത്ത് ഒരു ബലഹീനൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടപ്പോൾ അവനെയും ദൈവം സംരക്ഷിച്ചു. ഇതാണ് ദൈവം. നമ്മുടെ ആരുടെയും സീല് വേണ്ട കർത്താവിനൊരു വ്യക്തിയെ രക്ഷിക്കാൻ. എല്ലാവരും തള്ളിക്കളഞ്ഞാലും കർത്താവ് എന്ത് ചെയ്യും? സീൽ ചെയ്താൽ കർത്താവ് തിരഞ്ഞെടുത്തതാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ വിട്ടുകൊടുക്കണം. പഴയ നിയമത്തിൽ സ്തുതിപ്പിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പ്രവഹിച്ചുകൊണ്ടിരുന്നത്. ഇനി വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത് 19:1 തൊട്ടുള്ള വചനം വായിച്ചേ. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലെയുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. ഓർക്കണം, സ്വർഗത്തിൽ കേട്ട സ്വരവാ. എന്താണ്? ഹല്ലേലൂയ. ചിലർക്കിത് കേൾക്കുന്നത് ഹറാമാണ്. ഹല്ലേലൂയ എന്ന വാക്ക് കേട്ടാൽ ഉടനെ ഏതാണ്ട് വലിയ വിഷമം പോലെയാണ്. നമ്മൾ ഓർത്തോണം, ഹല്ലേലൂയ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ജനക്കൂട്ടത്തിൻ്റേതുപോലെയുള്ള വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും സ്വരമാണ്. തൊട്ടടുത്തൊരമ്മച്ചി കഴിഞ്ഞ ദിവസം മരിച്ചു. ഈ അമ്മച്ചിയുടെ പ്രത്യേകത, 85 വയസ്സുള്ളപ്പോൾ ഇവിടുത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ശുശ്രൂഷയ്ക്ക് ആംബുലൻസിൽ കയറി രോഗികളെ കാണാൻ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഈ അമ്മച്ചി.
ആരോഗ്യമുള്ളവരാരും പോകാറില്ല. 83, 84, 85 വയസ്സുള്ളപ്പോൾ ഈ അമ്മച്ചി ആംബുലൻസിൽ കയറി പോകുമായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ചുകൂടി ആരോഗ്യ പ്രശ്നമായപ്പോൾ 98-നോ കണ്ട മരിച്ചത് ഈ കഴിഞ്ഞ ദിവസം. ഈ അമ്മച്ചി പിന്നീട് മേലാതെ ആയപ്പോൾ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാണ്, ബൈബിൾ വായിക്കുക. അപ്പോൾ ബൈബിൾ വായിക്കാൻ കണ്ണ് കാണാൻ മേല, അതിനെന്ത് ചെയ്യാണ്, ഒരു ലെൻസ് വെക്കും, എന്നിട്ട് ഇങ്ങനെ വായിക്കുക. ഈ അമ്മച്ചി അവരോട് പറഞ്ഞു, ഒന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ എന്നാലും ഇതിങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. മരണത്തിൻ്റെ അടുത്ത ദിവസങ്ങളായി കഴിഞ്ഞപ്പോൾ ഈ മരുമകൾ സാധാരണ അമ്മായിമ്മമാരെക്കുറിച്ച് നല്ലത് ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല, വളരെ ചുരുക്കമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അങ്ങനെ കേട്ട ഒരു സംഭവമാണ്. മരുമകൾ ഇതാ അമ്മായിയമ്മയെക്കുറിച്ച് പറഞ്ഞതാണ്, ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഈ അമ്മയുടെ മുഖമെല്ലാം കൊണ്ട് മാറിയിട്ട് ഭയങ്കര സന്തോഷം. ഈ അമ്മച്ചി എന്തോ കണ്ടിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് ഈ അമ്മച്ചി ഒരു പാട്ടിന് അപ്പോൾ ബോധം വന്നപ്പോൾ ചോദിച്ചു, അമ്മച്ചി എന്നാ ഈ പാടുന്നേ? എടീ, നീ കേൾക്കുന്നില്ലേ ഈ പാട്ട്? എത്ര മനോഹരമായ ഗാനം, പക്ഷേ ഭാഷ എന്താണെന്നറിയാൻ മേല, ഭാഷയില്ല. ഭയങ്കര ട്യൂണും പാട്ടും കേൾക്കാം. എന്നിട്ട് അമ്മച്ചി എന്ത് ചെയ്യാണ്, ഇതിൻ്റെ കൂട്ടത്തിൽ മൂളുന്നുണ്ട്. ഒരു പ്രത്യേക ട്യൂണിൽ അമ്മച്ചിയും പാടുന്നുണ്ട്, പക്ഷേ പാട്ടിന് വാക്കുകളില്ല, ഭാഷയില്ല. അമ്മച്ചി പറഞ്ഞു, ഭയങ്കര പാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വലിയ സംഭവങ്ങളാണ് ഈ മേളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, മരണസമയമായപ്പോൾ അമ്മച്ചി പുതിയൊരു ലോകത്തേക്ക് പ്രവേശിച്ചു, സ്തുതിപ്പിൻ്റെ ലോകം. അങ്ങനെ ഒരു ലോകമുണ്ട് പ്രിയമുള്ളവരെ. മരണത്തിന് ശേഷം മരിക്കാറാവുമ്പോൾ നിങ്ങൾക്കത് ഉറപ്പായിട്ടും കാണാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ ലോകമുണ്ട്, വളരെ ഭീകരമായ ലോകം. അതുകൊണ്ടാണ് ഈ മരിക്കാൻ നേരത്ത് ചിലരുടെ മുഖം പ്രകാശിച്ചിരിക്കും, ചിലരുടെ മുഖം കറുത്തിരിക്കും. അതിനും കാരണം അതാണ്, കാണുന്ന കാഴ്ചയായി ബന്ധപ്പെട്ടിരിക്കും സംഭവം. നല്ല കാര്യമാണ് കാണുന്നതെങ്കിൽ മുഖം നല്ല പ്രകാശിക്കും. ലൈറ്റ് അടിച്ചതുപോലെ ഇരുന്നു ഞങ്ങളുടെ അമ്മയുടെ മുഖം. കാരണം എന്താണ്, സ്വർഗത്തിലെ സ്തുതിപ്പ് കേട്ടു. ഇനി വായിച്ച ബാക്കി. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വിധിച്ചു. കണ്ടോ, വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ ഒരു ദുർഭൂതമുണ്ട്, വ്യഭിചാര ദുർഭൂതം. ഇന്ന് ഭൂമിയിൽ ഇറങ്ങി തേരെ പാര നടന്നുകൊണ്ടിരിക്കുകയത്. മൊബൈൽ ഫോണിനകത്തും മറ്റേതിനകത്തും മറസതിനകത്തും എല്ലാം ഈ തിന്മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തു പറ്റി, അശുദ്ധി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തന്നെ പലരും കരുതാൻ തുടങ്ങി. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കണ്ട് മലിനമായ മനസ്സും ശരീരമായിട്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനോ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന അരോചകമായി അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഒറ്റ വീട്ടിൽ കൃത്യസമയത്തിന് പ്രാർത്ഥനയില്ല. കാരണം ഇതാണ്, വിശുദ്ധി പോയതുകൊണ്ടാണ്. കുഞ്ഞുങ്ങൾ പിള്ളേരുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കരുതെന്ന് നമ്മൾ പറയുമായിരുന്നു. ഇപ്പം മൊബൈൽ പിള്ളേരുടെ കയ്യിലാണ്, അവർ ഓണാക്കി വെച്ചാൽ ചിരിക്കുകയാണ്. ക്ലാസ് ഇപ്പുറത്തൂടെ നടക്കും, അപ്പുറത്ത് അവൻ വേറെ സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ജീവിതം എല്ലാം മലിനമായി വരിക. കുഞ്ഞുങ്ങളെ ശാസിക്കാൻ പറ്റാത്ത വിധം മാതാപിതാക്കന്മാരുടെ ശരീരം അതിനേക്കാളും മലിനമായിരിക്കുകയാണ്. മ്ലേച്ഛതകളും മറ്റതെല്ലാം കണ്ട് ശരീരം മ്ലേച്ഛമായിരിക്കുകയാണ്. അവിഹിത ബന്ധങ്ങൾ, അശുദ്ധ ബന്ധങ്ങൾ, മ്ലേച്ഛതകൾ ഇതെല്ലാം അങ്ങോട്ട് വ്യാപിച്ച് വിശുദ്ധി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും പലപ്പോഴും പറ്റാതെ പോകുന്നത്. പക്ഷേ ദൈവത്തെ യഥാർത്ഥമായി സ്തുതിച്ചപ്പോൾ ഈ തിന്മ വിട്ടുപോയി. പിന്നെ അവളുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. രണ്ടാമതും അവർ പറഞ്ഞു, ഹല്ലേലൂയ. അവളുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ഹല്ലേലൂയ പറയുക, സാഷ്ടാംഗം പ്രണമിച്ച് മുട്ടുകുത്തി കുമ്പിട്ട് സ്തുതിക്കുക. വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നല്ല ആത്മീയ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് ഈ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും വലിയൊരു ഹരമായി മാറും. വിശുദ്ധിയും കൃപയും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ ഇത് ഏറ്റവും അരോചകമായ സംഭവമായി മാറും. ഇതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ ദേറാകളിലും മൊണാസ്ട്രികളിലുമൊക്കെ എപ്പോഴും പ്രാർത്ഥന, സ്തുതിപ്പ്, 7 നേരം പ്രാർത്ഥനകൾ, സ്തുതിപ്പുകൾ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിന് കാരണം, ഒരിക്കലും മരുഭൂമിയിൽ ഇരിക്കുന്ന ഒരു സന്യാസിയെ കാണാൻ നമ്മുടെ അഭിയുന്ന തീമോത്തിയോസ് തിരുമേനി പോയി. ഈജിപ്തിൽ ചെന്ന് വളരെ മരുഭൂമിയിൽ
മനുഷ്യനങ്ങ് ഒരു തരത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത, വാഹനം ചെല്ലുകയല്ലാത്ത സ്ഥലത്ത് ഒരു സന്യാസി ഒറ്റയ്ക്ക് ഒരു ഗുഹയിൽ താമസിക്കുക. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ ഇവിടെ താമസിക്കാൻ പറ്റുന്നു? ഉടനെ അദ്ദേഹം പറഞ്ഞു, ദൈവം ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഇല്ല, ഞാൻ മരിച്ചുകൂടെ ഭൂമിയിൽ. ഈ ഏകാന്തതയിൽ, ഈ ഒറ്റപ്പെടലിൽ ഞാൻ ജീവിക്കുന്നു എന്നത് എന്തിന് തെളിവാ? ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു, ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഈ ഏകാന്തതയിൽ, ഒറ്റപ്പെടലിൽ. ഭക്ഷണമില്ല, ആരെങ്കിലുമൊക്കെ സന്ദർശിക്കുമ്പോൾ കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചു മാത്രം കഴിക്കും, വേറെ ഭക്ഷണത്തിനൊന്നും പോകുന്നില്ല. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഇതൊക്കെ സാധിച്ചത് പ്രിയമുള്ളവരെ, അത് ദൈവം അങ്ങനെ കൃത്യമായിട്ട് കൊണ്ട് കൊടുത്തോളും. അത് അവിടെ മാത്രമല്ല, നമ്മുടെ ഇടയിലും കൊണ്ടുത്തരും, ആവശ്യത്തിനെല്ലാം കൊണ്ടുത്തരും. അതാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ആവശ്യമായതെല്ലാം ദൈവം തന്നോളും. നിങ്ങളെന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിച്ചാൽ മതി. പിന്നെ വായിച്ചേ. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. ഏതാ സിംഹാസനം? സ്തുതിയുടെ സിംഹാസനം. ഇരിക്കുന്ന ആരാ മേളിൽ? ദൈവം, പിതാവായ ദൈവം. പിതാവായ ദൈവത്തിൽ നിന്നൊരു സ്വരം കേട്ടു. എന്താ ആ സ്വരം? ആളെ കാണാൻ മേല, സ്വരം മാത്രമേ ഉള്ളൂ. ചെറിയവരും. ആരേ ചെറിയവർ? ഒക്കെ നടക്കുന്ന പാവപ്പെട്ട മനുഷ്യനുണ്ട്. ഞാനൊരു പാപിയാണ്, പള്ളിയിൽ പോകാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് ചിന്തിക്കുന്നവർ. ചെറിയവർ സ്തുതിക്കുക. പിന്നെ വലിയവർ. വലിയവരാരാ? പള്ളിയിലെ വലിയവരാരാ? ഷെവലിയാർ, കമാൻഡർ, വലിയ തുക ഡൊണേഷൻ കൊടുത്തവർ, അവരൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ച്, അവരാണ് വലിയവർ. പിന്നെ ചെറിയവരും വലിയവരുമായി നിങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. പണമുള്ളവനായിരിക്കാം, പാവപ്പെട്ടവനായിരിക്കാം, അച്ഛനായിരിക്കാം, കപ്പിയാരായിരിക്കാം, ബിഷപ്പായിരിക്കാം, ശമ്മാശനാണ്. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ദൈവകൃപ ഉണ്ടാകില്ല. ദൈവത്തെ ആരാധിക്കുന്നതിലൂടെയാണ് ദൈവകൃപ വരുന്നത്. അല്ലാതെ ഒന്നും നമ്മൾ സാറാന്ന് പറഞ്ഞിരുന്നാൽ ഒരു കാര്യവും നടക്കുക. ദൈവത്തെ സ്തുതിക്കുക. ഇത് പറഞ്ഞത് പിതാവായ ദൈവമാണ്. ഇനി വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെ ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയാ. ദൈവമല്ലേ പറഞ്ഞതെന്ന് മനസ്സിലായതോടുകൂടി അവിടെ നിന്നിരുന്ന വിശുദ്ധന്മാരെല്ലാം കൂടെ ഒച്ചത്തിലൊരു വിളിയങ്ങ് വിളിച്ച് ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലായിക്കോണം, സ്തുതിപ്പ് എന്ന് പറയുന്നത് എൻ്റെ കണ്ടുപിടുത്തമല്ല. സ്തുതിപ്പ് എന്ന് പറയുന്ന ഏതെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ സമൂഹങ്ങളുടെ കണ്ടുപിടുത്തമല്ല. ഇത് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെട്ടതും അതുപോലെ പിതാവായ ദൈവത്തിന് ചുറ്റും കൂടിയിരുന്ന വിശുദ്ധ സംഘങ്ങൾ ചെയ്തതും ഇന്നും സ്വർഗരാജ്യം കാണുന്ന മരണമടയാൻ ഒരുങ്ങിയവരും മരിച്ചവരുമായ മനുഷ്യർ കണ്ടെത്തുന്നതും. വേറൊരിക്കൽ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ശമ്മാശനായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ കോട്ടയം ഭദ്രാസനത്തിൽ അച്ഛൻ്റെ അനിയൻ മരിക്കാൻ കിടക്കാൻ, ക്യാൻസർ രോഗം. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ രാവും പകലും ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വൈകുന്നേരം ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ വരാം. അങ്ങനെ ഞാൻ വൈകുന്നേരം അവിടെ ചെന്നു. ഈ ചെറുപ്പക്കാരനൊരു 10-29 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ കവളെല്ലാം ഒട്ടി മരണത്തിൻ്റെ അവസ്ഥയായി. പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് ഭയങ്കര വെളിച്ചം, നല്ല തേജസ്സാണ്. അച്ഛൻ്റെ മുഖത്തതിനേക്കാൾ തേജസ് അനിയൻ്റെ മുഖത്ത്, നല്ല വെളിച്ചം. അപ്പോൾ ഞാൻ അന്നേരം മനസ്സ് വിചാരിച്ചു, ഒരു നല്ല വെളിച്ചമൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ ചെറുപ്പക്കാരനെ നേരത്തെ കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛനെ ഞങ്ങളോട് പറഞ്ഞു, സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഇവനിങ്ങനെ ഒരു മരിച്ച പോലത്തെ ഒരു അവസ്ഥയിലേക്ക്, മരണത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക്, പെട്ടെന്ന് ബോധമെല്ലാം പോയി ഒരു അവസ്ഥയിലേക്ക് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കിടന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. സർവ്വശക്തിയുള്ള പിതാവായി എന്നൊക്കെ പറഞ്ഞെല്ലാം ചൊല്ലി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന് നോർമൽ രീതി ബോധം വന്നപ്പം അവൻ ചോദിച്ചു, എന്നാ പറ്റിയടാ, എന്നാ പറ്റി, എന്താ നിനക്ക് സംഭവിച്ചത്? അവൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് അങ്ങ് മുകളിലേക്ക് പോകുന്ന പോലെ തോന്നി. ഒരു കുഴലിനകത്തൂടെ അപ്പുറത്തോട്ട് കിടക്കുകയും വലിയൊരു പാട്ട് കേൾക്കാം, വലിയൊരു പാട്ട്. ആ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മൾ ആ സ്ഥലത്തേക്ക് ഓടിച്ചെല്ലും. അതുപോലത്തെ ഒരു ഗാനമാണ് കേട്ടത്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭയങ്കര വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്ക് ഞാൻ പായുന്ന സമയത്താണ് ഇവിടെ നിന്ന് താഴെ നിന്ന് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളെല്ലാം കൂടെ ഇവിടെ നിന്നുകൊണ്ട് കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്ത് എന്നെ ഇങ്ങനെ തിരിച്ചു വിളിക്കും. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ തിരിച്ചു വിളിച്ചത്? ഞാൻ അത്രയും സന്തോഷമുള്ളൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ നിങ്ങൾ എന്നെ എന്തിനാണ് തിരിച്ചു വിളിച്ചത്? എനിക്ക് മനസ്സിലായി,
ഇതാ സ്വർഗത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞവൻ്റെ മുഖത്തത് പ്രകടമായി. സ്വർഗീയ സാന്നിധ്യം തിരിച്ചറിഞ്ഞവൻ്റെ മുഖത്തത് പ്രകടമായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ധ്യാനത്തിൽ ചെയ്യേണ്ട 3-4 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒച്ചത്തിൽ പാടുന്നു എന്നുള്ളതല്ല, ചങ്കിനകത്തുനിന്ന് പാട്ട് പാടണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അകത്തുനിന്ന് ഹല്ലേലൂയ പറയാൻ പറ്റണം. നമുക്കിപ്പോൾ എന്തെല്ലാം നല്ല വാക്കപ്പം ഐ ലവ് യു എന്ന് ചുമ്മാ പറയാം, ഹൃദയത്തിൽ നിന്ന് പറയരുത്. ജീസസ് ഐ ലവ് യു, ജീസസ് ഐ ലവ് യു, ഇങ്ങനെ വേണം പറയാൻ. പറഞ്ഞു പറയിപ്പിക്കാം. തത്തമ്മേ പൂച്ച പൂച്ച, നമ്മുടേതെല്ലാം തത്തമ്മേ പൂച്ച പൂച്ചയായിപ്പോയി. ഹൃദയത്തിൽ നിന്ന് പറയണം. വിശുദ്ധ കുർബാനയിൽ ഓരോ ഗാനവും ഹൃദയത്തിൽ നിന്ന് പാടാൻ പറ്റണം. അതാണ് അപ്പോഴാണ് കൃപ വരുന്നത്. അല്ലാതെ വെറുതെ കുറേ പാട്ട് പാടിയിട്ട് കാര്യമില്ല. ഹൃദയത്തിൽ നിന്ന്. അവിടുത്തെ ആത്മാവിനുള്ള ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നമ്മളെന്താണ് ചുമ്മാ പൂച്ച പൂച്ച? നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. ഒരു പുരോഹിതൻ നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആത്മാവിനും ആ സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടുകൂടിയാണ് പറയുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇത് ആത്മാർത്ഥതയില്ലാതെ ചെയ്യുന്നതെല്ലാം കാപട്യമാണ്. ആരാധനയ്ക്കകത്ത് പോലും കാപട്യം കിടന്നിരിക്കുകയാണ്. അതിൽ നിന്നാണ് നമ്മൾ പുറത്തു വരേണ്ടത്. ധ്യാനങ്ങളിലൂടെ ദൈവാത്മാവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഈ കാപട്യത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് യഥാർത്ഥ ആരാധകനായി മാറണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ഒരു ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കാൻ പോയി. സമ്പന്നരായ ആളുകളെ താമസിപ്പിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അത് നടത്തുന്ന ഒരു ആളുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയതാണ് സംസാരിക്കാൻ. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ നല്ലൊരു വെട്ടം. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു ബിസിനസ്സുകാരനല്ല, ആത്മാർത്ഥമായി ചെയ്യാൻ. സംസാരിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സത്യത്തിൽ ഞാൻ പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ കയറി ചെല്ലുന്നതിനേക്കാളും പലപ്പോഴും എളിമയും ആളുകളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ലാളിത്യവും എളിമയൊക്കെ പലപ്പോഴും കാണുന്നത് ഇതര മതങ്ങളുടെ ആശ്രമങ്ങളിലൊക്കെ ചെല്ലും. അവിടുത്തെ സന്യാസിമാരും ഇവിടുത്തെ സന്യാസിയാകാൻ പോകുന്നവരുമൊക്കെ ഭയങ്കര ലാളിത്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ക്രിസ്ത്യാനികളുടെ ചില സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ധാർഷ്ട്യത്തോട് എന്തോടാ വന്നേ, ഒറ്റ ചോദ്യത്തിന് തന്നെ നമ്മുടെ എല്ലാ പോവും. ആ രീതിയിൽ പെരുമാറുന്നു. ക്രിസ്ത്യാനികളെ പിശാച് കയറി പിടിച്ചിരിക്കുകയാണ്. ഏതെങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് അറിയോ? ധാർഷ്ട്യം. അത് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും എന്നറിയോ? അത് ആദ്യം ഉണ്ടാകുന്നത് നമുക്ക് ഈ സാധാരണ വിശ്വാസിക്ക് ധാർഷ്ട്യം കുറവാണ്. അച്ഛൻ ചീത്ത പറഞ്ഞാലും കേൾക്കും, നേർച്ച കേട്ടേച്ച് പോകും. ട്രസ്റ്റിയോ സെക്രട്ടറി ആയി കഴിയുമ്പോൾ ശരി ഇങ്ങനെയാണ്. കമ്മിറ്റിക്കാരാകുമ്പോൾ ഇങ്ങനെ നിൽക്കും. ട്രസ്റ്റി സെക്രട്ടറി ആയിരിക്കും ഇങ്ങനെയായി. പിന്നെ സെമിനാരിയിലേക്ക് പോകാനായിട്ട് ഞാൻ ലെറ്റർ എഴുതിയെന്ന് വിചാരിച്ചു, അതുവരെ കുഴപ്പമില്ല, ഇങ്ങനെ നിൽക്കും. സെമിനാരിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ പോകുന്നതിന് മുമ്പ് വൈദിക വിദ്യാർത്ഥിയായി വരുമ്പോൾ ഇങ്ങനെ നിൽക്കും. അവസാനം നമ്മൾ തീരുമാനിച്ച് അച്ഛനോട് പറയാം, അച്ഛാ അടുത്ത വർഷം സെമിനാരിയിൽ പോകാൻ ലെറ്റർ എഴുതിയാക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെയായി. കുപ്പായും തൊപ്പിയും കിട്ടും, ഇങ്ങനെയായി. പിന്നെ നമ്മളങ്ങനെയായി. അച്ഛനായി കഴിഞ്ഞാൽ ബിഷപ്പായി കഴിഞ്ഞപ്പോൾ പറയുകയും വേണ്ട. ഈ അവസ്ഥയിലേക്ക് നമ്മൾ മാറി. ധാർഷ്ട്യം. നമ്മൾ വരേണ്ടത് എളിമയിലേക്ക് നമ്മൾ വളരണം. ഇത് നമുക്ക് എല്ലാവർക്കും ഇച്ചിരി കുറവുള്ള സംഭവമാണ്. ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. നമുക്കൊക്കെ ഇച്ചിരി കുറവുണ്ട്. ഈ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് നമുക്കെന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു ചിന്ത, പ്രത്യേകിച്ച് അപ്പോസ്തോലിക സഭകളിലും എല്ലാം പുരോഹിതന്മാരിലും നമ്മളറിയാതെ ഈ ആത്മായരിലും എല്ലാം വന്നു ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ധാർഷ്ട്യം. മറ്റെല്ലാ പാപങ്ങളെക്കാളും മാരകപാപവും അതുപോലെ അത്ര എളുപ്പത്തിൽ നിർവീര്യമാക്കാൻ പ്രയാസമുള്ള ഒരു ബോംബാണ് ഈ അഹന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ധ്യാന സമയത്ത് മാക്സിമം എളിമപ്പെടുക. എല്ലാവരോടും നല്ല രീതിയിൽ എളിമയോടെ പെരുമാറുക. എളിമപ്പെടാൻ വേണ്ടി നല്ല കാര്യങ്ങൾ, പള്ളിയുടെ മുറ്റത്തൊരു ഇല കിടക്കുന്നു, പറിച്ച് നമ്മൾ അവിടെ ഇട്ടേക്കണം. ഒരു പ്ലാസ്റ്റിക് കൂടെ കിടക്കുന്നു, ആ ബോക്സിൽ കൊണ്ട് കിടന്നു. നമ്മൾ പ്ലാസ്റ്റിക് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ തന്നെ അത് റിമൂവ് ചെയ്യണം.
അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. മറ്റുള്ളവർക്ക് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് മേലാത്ത ആളുണ്ടെങ്കിൽ, ഒരു വിശുദ്ധ കുർബാന അനുഭവിക്കാൻ മേലാത്ത ആൾ വരികയാണെങ്കിൽ അയാളെ മുന്നിലേക്ക് കയറ്റി വിടുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഈ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ നിൽക്കുമ്പോൾ ഒരു പ്രായം ചെന്ന മേലാത്ത ആളിങ്ങനെ വന്നാൽ നമ്മൾ അയാളോട് പറയാം, ലൈൻ മാറിയിട്ട് ലൈനിലൊന്നും നിൽക്കേണ്ട, നടുക്കൂടി അങ്ങ് പൊക്കൂ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നമ്മൾ പറയുകയില്ല. ഒരു വിശുദ്ധ കുർബാന അനുഭവിക്കുക, ഒരു കൊച്ചിനെ ആയിട്ട് അല്ലെ ഒരാൾ വരുന്നു, അവരോട് നിങ്ങൾ ആ മുമ്പോട്ട് കയറിപ്പോക്കോ എന്നൊന്ന് അനുവദിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? എല്ലാവരും പോയിട്ട് ഞാൻ അവസാനം പോകുന്നുള്ളെന്ന് തീരുമാനിച്ചാൽ എന്താ പ്രശ്നം? നമ്മൾ ചെയ്യല. നമുക്കെല്ലാത്തിനും ആദ്യം എനിക്ക് കിട്ടണം, ആദ്യം എൻ്റെ കാര്യം നടക്കണം. ക്രിസ്തീയ സമൂഹത്തിൽ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. ദൈവവിശ്വാസം പോയ യൂറോപ്യന്മാർ പോലും എന്താണ്, മറ്റുള്ളവർക്ക് ഒരാവശ്യം വന്നാൽ അവർ പുറകോട്ട് മാറിക്കൊടുക്കും. ഈയിടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു ചെറുപ്പക്കാരന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാല് മേലാത്ത ഒരാൾ വരുന്നത് കണ്ട ഉടനെ അയാളെ വിളിച്ച് അവിടെ കൊണ്ട് നിർത്തിയിട്ട് അയാൾ ഏറ്റവും പുറകിൽ പോയി നിന്നു. ഉടനെ അതിൻ്റെ മുമ്പിൽ നിന്ന് അതിൻ്റെ പുറകിൽ പോയി നിന്നു. അവസാനം എല്ലാവരും പുറകിൽ നിന്നു, അയാൾ ഏറ്റവും മുമ്പിലായി. ഈ ഒരു എളിമ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. Somebody